ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ്. വീട്ടിൽ വിരുന്നുകാർ വന്നാലോ സൽക്കാരങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാമ്പ് ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് പാലും മധുരത്തിന് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് മാത്രമെങ്കിൽ മിൽക്ക് മെയ്ഡ് മാത്രമായിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്താണ്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. മിക്സിയിൽ നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് ആക്കണ്ട, ചെറിയ രീതിയിൽ കടിക്കാൻ പറ്റുന്ന രീതിയിൽ അരച്ചെടുക്കുക. നമ്മൾ തിളപ്പിക്കാൻ വെച്ച പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കണം. അപ്പോൾ ഇപ്പോൾ ഓർക്കും നല്ല മധുരമായിരിക്കുമെന്ന്, പക്ഷേ ഇല്ല, കറക്റ്റ് മധുരമായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. ഈ അളവിൽ തന്നെ എല്ലാം ചേർക്കുക. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടെ, കരിക്കിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതൊന്ന് തിളക്കട്ടെ. ആ തിളക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വേറൊരു പാത്രത്തിൽ കോൺഫ്ലവർ പൊടിയിട്ട് ഇളക്കി കൊടുക്കുന്നത്. ഡയറക്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ കട്ട കിട്ടും. അത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കരിക്കും വെള്ളവും കൂടെ ചേർക്കുക. നേരത്തെ നമ്മൾ 3/4 വെള്ളം ചേർത്തിട്ടുള്ളൂ, ബാക്കിയില്ലായിരുന്നു. അതും കൂടെ ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കോൺഫ്ലവർ പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. പാല് നല്ല രീതിയിൽ തിളക്കട്ടെ. 2-3 മിനിറ്റ് പാലൊന്ന് തിളക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. അടിക്ക് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൊവ്വയായിരിക്കും. കാരണം കരിക്കിൻ്റെ പേസ്റ്റ് ഒഴിക്കുമ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് സിമ്മിലിട്ട് വെക്കുക. അതേസമയം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സെറ്റ് ആയതിട്ടുണ്ട്. അത് ചെറിയ ചെറിയ കുഞ്ഞ് ക്യൂബ്സ് പോലെ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പീസാകുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വലിപ്പത്തിൽ മുറിക്കേണ്ട, ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് കുഞ്ഞു കുഞ്ഞു ക്യൂബ്സ് ആക്കണം. ക്യൂബ്സ് ആക്കിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് പുഡിങ്ങിൽ ചേർക്കുമ്പോൾ ചേർക്കാൻ വേണ്ടിയത് അത് കുറച്ച് അതിൻ്റെ അകത്ത് വെക്കുക. നമ്മൾ സിമ്മിൽ വെച്ച് പാല് നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം.
നേരത്തെ മാറ്റി വെച്ച ക്യൂബ്സിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കുക. മൊത്തവും ക്യൂബ്സിൻ്റെ പുറത്തോട്ട് മൊത്തവും ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ചെറിയ ചൂട് കാണും, അത് കുഴപ്പമില്ല, ഫ്രിഡ്ജ് വെക്കുമ്പം സെറ്റായിക്കോളും. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ക്യൂബ്സിൽ നിന്ന് കുറച്ച് ക്യൂബ്സ് എടുത്ത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബദാമോ ഇല്ല പിസ്തായോ അണ്ടിപ്പരിപ്പോ ഒക്കെ ഇടാം. ഇപ്പം ഞാൻ ക്യൂബ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 4-5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മളൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ച് വെച്ചതാണ്. അത് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഞാൻ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു പുഡിംഗ് കൂടെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.